ഉണ്ടായിരിക്കട്ടെ. നിക്കായിലുണ്ടായ സുന്നഹദോസ് ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നു. നിക്ക സുന്നഹദോസ് 1700 വാർഷികമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഈ നിക്ക എന്ന് പറയുന്ന സ്ഥലം ഒരിക്കൽ റോമ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ ഭാഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് തുർക്കിയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഈ 1700 വാർഷികത്തിന് അന്നത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ ഭാഗം, അതായത് ഇന്ന് തുർക്കിയുടെ അധീനതയിലിരിക്കുന്നതായ സ്ഥലമായ നിക്കയിൽ ക്രൈസ്തവ സഭാപിതാക്കന്മാർ ഒരുമിച്ച് പങ്കെടുക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. ഇതിൽ സംബന്ധിക്കുവാനെത്തിയ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലിയോ 14 മാർപ്പാപ്പ തുർക്കിയിലെ അതിമനോഹരവും വലുതുമായ ബ്ലൂ മോസ്ക് എത്തിപ്പെടുകയും അവിടെ അദ്ദേഹത്തെ അതിൻ്റെ അധികാരികൾ സ്വീകരിച്ച് ആനയിക്കുകയും ചെയ്തു. അദ്ദേഹം അതിൽ പങ്കെടുത്തു. എന്നാൽ അവിടെ പ്രാർത്ഥന നടത്തുവാനായിട്ടുള്ള അവരുടെ ക്ഷണത്തെ അദ്ദേഹം വിനയാന്വിതനായി, എന്നാൽ അങ്ങേയറ്റം കാർക്കശ്യത്തോടെ എതിർക്കുകയും ചെയ്തു. ഇവിടെ വ്യക്തമാകുന്നത് ലിയോ 14 മാർപ്പാപ്പ എടുക്കുന്നതായ ശക്തമായ ധീരമായ നിലപാടുകളാണ്. എന്ത് ശക്തമായ ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ ലിയോ 14 മാർപ്പാപ്പയിൽ കാണുന്നത്. അദ്ദേഹം കത്തോലിക്ക സഭയുടെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം നൽകിയ ഒരു പ്രബോധനത്തിൽ സഹരക്ഷക എന്നൊരു സ്ഥാനമില്ല, മറിച്ച് ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന ബോധ്യം ജനങ്ങളിൽ വരുത്തുവാനൊരു പ്രബോധനം അദ്ദേഹം ഇറക്കിയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മുൻഗാമികളായിരുന്ന പോപ്പ് ഫ്രാൻസിസും പോപ്പ് ജോൺ പോളും തുർക്കി സന്ദർശന വേളയിൽ ഈ ബ്ലൂ മസ്ജിദിലെത്തിയപ്പോൾ അവിടുത്തെ അധികാരികളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിച്ചു എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ തൻ്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രൈസ്തവ വിശ്വാസത്തെ അതിശക്തമായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ നിന്നും അണുവിട വ്യതിചലിക്കുവാനുണ്ട് അദ്ദേഹം തയ്യാറായില്ല എന്നത് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആത്മവിശ്വാസവും ശക്തമായിട്ടുള്ള ഒരു മുന്നോട്ട് പോകുവാനുള്ള ഒരു സന്ദേശവും നൽകുന്നതാണ്. അതേപോലെ തന്നെ ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലുതും ഏറ്റവും പൗരാണികവുമായിട്ടുള്ളതായ ദേവാലയമായിരുന്ന ആയ സോഫിയ, ഏകദേശം 5-ാം നൂറ്റാണ്ടിലൂടെ നിർമ്മിക്കപ്പെട്ട ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും പൗരാണികമായിട്ടുള്ളതായ അയ സോഫിയ ദേവാലയം, അത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അധീശത്വ കാലത്ത് അത് ഓട്ടോമൻ സാമ്രാജ്യം കൈവശപ്പെടുത്തുകയും അതിനൊരു മോസ്കാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ 1935 ഇതിനെ വീണ്ടും ഒരു മ്യൂസിയമാക്കി മാറ്റുകയും, എന്നാൽ 2020 നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇതിനെ വീണ്ടും മോസ്കാക്കി ഇപ്പോഴത്തെ തുർക്കി ഭരണാധികാരികൾ മാറ്റുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അയ സോഫിയ സന്ദർശനം വേണ്ട എന്ന് ധീരമായ ഒരു നിലപാട് മാർപ്പാപ്പ എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ 2 നിലപാടുകളെയും ഓരോ ക്രിസ്ത്യാനിയും വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഇത് അദ്ദേഹം ഒരു ഇസ്ലാമിക ലോകത്തിനും ഇനി അദ്ദേഹം സന്ദർശിക്കുവാനിരിക്കുന്നതായ ഇസ്ലാമിക രാജ്യങ്ങൾക്കും നൽകുന്ന ഒരു ശക്തമായ ഒരു സന്ദേശം കൂടിയാണ്.
അദ്ദേഹം ഒരു മിഷണറി വൈദികനായിരുന്നുവല്ലോ. തൻ്റെ തീക്ഷ്ണമായ ജീവിത ചുറ്റുപാടിൽ നിന്ന് ബുദ്ധിമുട്ടിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു വന്ന തീക്ഷ്ണമായിട്ടുള്ള മിഷണറി പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവിനെ ശരിക്കും രുചിച്ചെറിഞ്ഞ ഒരു വൈദികനായിരുന്നുവല്ലോ മാർപ്പാപ്പ. അദ്ദേഹം ശക്തമായ നിലപാട് വിശ്വാസത്തിന് വേണ്ടി എടുക്കുന്നതിൽ അത്ഭുതപ്പെടുവാനൊന്നുമില്ല. ഇനിയും അദ്ദേഹത്തിൽ നിന്നും ധീരമായിട്ടുള്ളതായ വേദപുസ്തക അടിസ്ഥാനമായിട്ടുള്ള തിരുത്തലുകളും നേതൃത്വവും ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും അതിശക്തമായ നിലപാടെടുത്ത മാർപ്പാപ്പയ്ക്ക്, ലിയോ 14 മാർപ്പാപ്പയ്ക്ക് ഇനിയും ഇതുപോലുള്ള ശക്തമായിട്ടുള്ളതായ അചഞ്ചലമായിട്ടുള്ളതായ വിശ്വാസത്തിൽ നിലകൊണ്ടുകൊണ്ട് നിലപാടെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.